ഷിയാസേ, ഇതെന്താ നമ്മൾ ഇതുവരെ കാണാത്തൊരു ഡിസൈൻ ഈ ഒരു ബമ്പറിന്റെ കോർണറിൽ? ഇതെന്താ സംഭവം? വെർണയുടെ പുതിയ ഷേപ്പില് സംഭവം കമ്പനിയിലാണത്. കമ്പനിയുള്ള പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത്. സംഭവം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടോ ഈ ഒരു ഡിസൈൻ? സംഭവം നല്ല അടിപൊളി ഒരു ലുക്ക് ഉണ്ട് രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. മാത്രമല്ല ബാക്കിൽ സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ അത് കമ്പനി ഒരു ഫിറ്റിങ്സ് ആണോ? കാരണം ഒക്കെ നല്ല ആണോ അറിയില്ല, കൺഫ്യൂസർ ആയില്ലേ? എനിക്കും ശരി കൺഫ്യൂഷൻ ഉണ്ട് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്തോന്നറിയില്ല, സംഭവം സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി DCT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ നിൽക്കുന്ന വേർഡ്, അത് ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്ന വാഹനം, സൺറൂഫ് അടക്കം നിൽക്കുന്ന 2023 മോഡലിൽ നിൽക്കുന്ന വാഹനം. എല്ലാവിധ ഫിറ്റിങ്സും ഫീച്ചേഴ്സും ഉണ്ട്. ഞാൻ ഡിസൈനിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ സംഭവം അതിഗംഭീരം തന്നെയാണ് ഡിസൈൻ പാറ്റേൺ. പിന്നെ ഫ്രണ്ടിലെ ആ ഒരു ഗ്രിൽ പാറ്റേൺ ഒക്കെ ഏറ്റവും ന്യൂജൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ ഹ്യൂണ്ടൈ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക് DCT ഗിയർ ബോക്സ് ആയതുകൊണ്ട് പെർഫോമൻസിന് യാതൊരു കുറവില്ലാത്ത അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കാഴ്ചവെക്കുന്ന ഒരു അടിപൊളി സെഡാൻ സെഗ്മെൻറ്റ് വാഹനം. വേണയെ സംബന്ധിച്ചിടത്തോളം യാത്രാ കംഫർട്ട് ഏറ്റവും കൂടുതൽ ഒരു ഹ്യൂണ്ടൈൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് വേണ. പിന്നെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. വയർലെസ് ചാർജിങ് വരുന്നു, സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു, ട്രാക്ഷൻ കൺട്രോളിംഗ് വരുന്നുണ്ട്, പാർക്കിംഗ് സെൻസർ വരുന്നു, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നു, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നു. അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന ഏറ്റവും എടുത്ത് പറഞ്ഞ സൺറൂഫും ബ്ലൂ ലിങ്കും കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി വേരിയൻ്റാണ്. SX ഓപ്ഷൻ എന്ന ഏറ്റവും ടോപ്പിൻ്റെ പേരിൽ നിൽക്കുന്ന ഈ ഒരു വേണ CVT ഓട്ടോമാറ്റിക് DCT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലൊക്കെ വാഹനം. മൈലേജും കാര്യങ്ങളൊന്നും വലിയൊരു ഹൈപ്പ് പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ഒരു 12-13 റേഞ്ചിലൊക്കെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്ന ഒരു സെഡാൻ സെഗ്മെൻറ്റ് വാഹനം. സ്വന്തമാക്കാം 10,75,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഒരു 10 ലക്ഷം ഫിനാൻസ് ഒക്കെ അല്ലെങ്കിൽ 9 ലക്ഷം ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി 10 ലക്ഷം ഒന്നും ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാനുള്ള മറ്റൊരു മാരുതിയുടെ ഡിസയർ, അതും പെട്രോൾ മാനുവൽ ഗിയർ ബോക്സിൽ നിൽക്കുന്ന 2008 മോഡലിൽ നിൽക്കുന്ന വാഹനം 2028 ഒരു പേപ്പർ വാലിഡിറ്റിയിൽ നിൽക്കുന്ന ഒരു അടിപൊളി സെഡാൻ സെഗ്മെൻറ്റ് നിൽക്കുന്ന 32 ചേർത്തല രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. സ്വന്തമാക്കാം 1,40,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് ഫിനാൻസ് സൗകര്യം കിട്ടാൻ പ്രയാസമാണ്. കാരണം 2008 മോഡലായതുകൊണ്ട് തന്നെ VX ചെയ്യുന്ന വേരിയൻ്റ് ആയതുകൊണ്ട് ഫോർ പവർ വിൻഡോസും ബേസിക് പവർ സ്റ്റാരിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്നു. കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റ് സെഡാൻ സെഗ്മെൻറ്റ് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനം. ഇനി അതേപോലെ തന്നെ മാരുതിയുടെ റിഡ്സ് എടുക്കുന്ന 2011 മോഡൽ നിൽക്കുന്ന KL48 വടക്കാഞ്ചേരി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. 11 മോഡൽ VX സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ഏകദേശം ഒരു 13-15 വരെ മൈലേജും എക്സ്പെക്ട് ചെയ്യാവുന്ന കിലോമീറ്റർ റൺ ചെയ്തുള്ള 1,07,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം. ഫോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, അതേപോലെ കെൻവുഡിൻ്റെ സ്റ്റീരിയോ, സീറ്റ് കവർ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ബേസിക്കലി സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ നിൽക്കുന്ന വാഹനം സ്വന്തമാക്കാം 1,68,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് ഒരു 1 lakh റേഞ്ചിലൊക്കെ അല്ലെങ്കിൽ 85,000 റേഞ്ചിലൊക്കെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ഈ ചെറിയ ബഡ്ജറ്റിൽ നിൽക്കുന്ന റിഡ്സ് അല്ലെങ്കിൽ ഡിസയർ പെട്രോൾ എഞ്ചിൽ നിൽക്കുന്ന വാഹനം വേണോ, അതോ DCT ഗിയർ ബോക്സിൽ നിൽക്കുന്ന ഒരു അടിപൊളി ഒരു സെഡാൻ സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്ന സൺറൂഫ് അടക്കം നിൽക്കുന്ന ഒരു ഹ്യൂണ്ടൈയുടെ വേണ വേണോ? 2-3 പിന്നെ അതേപോലെ ഈ കിടക്കുന്ന ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം കാലിബർട്ട് റൂച്ചേഴ്സിൻ്റെ ഷോറൂമുകളിൽ സ്റ്റോക്ക് അവൈലബിൾ വാഹനങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ ബുക്കിങ്ങിന് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നു. വീഡിയോ മാക്സിമം ചെറിയ ഫോളോ മറന്നോല്ലേ.